നമസ്കാരം. കടന്നുപോയ മനോഹര നിമിഷങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം തിരിച്ചു കിട്ടാത്തതുകൊണ്ടാണ് അത് മനോഹരമായ നിമിഷങ്ങളായിരിക്കുന്നത്. ഇത് സ്ത്രീ വിജയങ്ങളുടെ മനോഹര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദി റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ചേച്ചി, അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ ഭരണങ്ങാനത്തുനിന്ന് ചേച്ചി വരുന്നു, ഒരു കോട്ടയംകാരി ഭരണങ്ങാനക്കാരി ഇങ്ങനെ സിനിമാ രംഗത്തേക്ക് വരുന്നു. പക്ഷെ മിസ് കുമാരി എന്നുള്ളൊരു പേര് അത് നമ്മള് മറക്കാൻ പാടില്ലല്ലോ. അവർ ആ ഒരു ആൾക്ക് ശേഷം പിന്നെ വന്നത് ചേച്ചിയാണ് ആ നാട്ടിൽ നിന്ന്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു അംഗീകാരം? ഭരണങ്ങാനം എന്ന് പറയുന്ന ഭരണങ്ങാനത്ത് ജനിച്ചു വളർന്ന് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഏത് വേൾഡ് അറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാട്ടിൽ നിന്നാണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ മിസ് കുമാരി എന്ന് പറയുമ്പോൾ അവരുടെ ബ്രദർ കുമാരി ചേച്ചി ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പറയും ഇങ്ങനെ നല്ല മിടുക്കിയായിരുന്നു, രണ്ട് കമ്മലൊക്കെ ഇട്ട് പള്ളിയിൽ വന്ന് ഇങ്ങനെ മുട്ടയിലെല്ലാം കുത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബ്രദർ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ എവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അന്ന് എൻ്റെ ഡാൻസ് ഉണ്ടാവും, എൻ്റെ ഡാൻസ് ഉണ്ടാവും. അത് അന്ന് മിസ് കുമാരി ഒരു ഫൗണ്ടേഷൻ അവിടെ മീൻസ് ഒരു സ്റ്റേജൊക്കെ ഉണ്ടാക്കി. ഇപ്പം അത് പ്രേം നസീർ സാറാ അവിടെ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അന്നും എൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ. ഇപ്പം അതൊക്കെ വെട്ടിപ്പൊളിച്ച് കപ്പയൊക്കെ നട്ടിരിക്കുക അവിടെ. ഇപ്പം ആരും എല്ലാവരും പോയി, എല്ലാവരും മരിച്ചു. എല്ലാവരും അവരുടെ മിസ് കുമാരിയുടെ പിള്ളേരുകളുണ്ട് 3 പേര്. അതല്ലാതെ വേറെ അവരെല്ലാം ആങ്ങളമാരെല്ലാം മരിച്ചുപോയി. പക്ഷെ ആ തങ്കച്ചൻ ചേട്ടന് മിസ് കുമാരിൻ്റെ ബ്രദർ ഞാൻ സിനിമയിൽ വരണമെന്ന് തങ്കച്ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ പെങ്ങൾക്ക് ശേഷം നീ ആയിരിക്കണം ആ നാട്ടിലൊരു കലാകാരി എന്ന രീതിയിൽ എപ്പോഴും പറയായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്നോട് പറയും, നീ 10ാം ക്ലാസ് പാസ്സായിട്ട് നീ അന്ന് ചെറുപുഷ്പം ഫിലിംസ് അന്നൊക്കെ ഈ ഇന്നത്തെ പോലെയല്ലോ സ്റ്റുഡിയോസിൽ അന്നൊക്കെ ഓരോ ഈ ബാനറുകൾക്ക് ഭയങ്കര പേരാ. അത് ശരി. ഇന്ന് എവിടെയും ബാനറുകാരല്ലല്ലോ. ഇന്നിപ്പോ ആര് ചാക്കോച്ചൻ്റെ പടം ചാക്കോച്ചൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് മറ്റൊന്ന് പറഞ്ഞാൽ ചെറുപുഷ്പം ഫിലിംസ്, മുരളി ഫിലിംസ്, 7 ആർട്സ്, മുദ്ര ഫിലിംസ്, സെഞ്ചുറി ഫിലിംസ്, മൂവീസ്, അങ്ങനെ കുറെ നല്ല ബാനറിൽ അറിയപ്പെട്ടിരുന്ന കുറെ കാര്യങ്ങൾ അന്നത്തെ കാലത്ത്. അപ്പൊ അന്ന് ചെറുപുഷ്പം ഫിലിംസ് കത്തി നിൽക്കുന്ന സമയത്താണ് പറയുന്നത്, ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഹീറോയിനായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവരണം. ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ തന്നെ. അതിനെനിക്ക് ഒരുപാട് അവസരങ്ങളും വന്നിരുന്നു ആ സമയത്ത്. അപ്പോഴൊക്കെ പഠിത്തം കഴിയട്ടെ എന്നും പറഞ്ഞിരുന്നു. പിന്നെ പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തത്തോടെ കടന്നു കളഞ്ഞു. അപ്പൊ പിന്നെ വലിയൊരു ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുത്തു. അപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരു നായികയാവണം അല്ലെങ്കിൽ അങ്ങനൊന്നും ആഗ്രഹമില്ല. എനിക്ക് നൃത്തം, ഞാൻ ഡാൻസ് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും നന്നായിട്ട് ഒരു ഡാൻസ് ടീച്ചർ അക്കാഡമിക്കിലൊക്കെ പോയി പഠിച്ച് അങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡിൽ കിടന്നിരുന്നത്. പക്ഷെ എൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഇങ്ങനെ സ്ക്രീനിൽ കാണണം. ഇങ്ങനെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. പിന്നെ അത് ഏതൊരമ്മയുടെ ആഗ്രഹം എന്ന് അറിയുന്നത് ഞാൻ അമ്മയാണ് ശേഷം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതോ ജോത്സ്യന്മാരൊക്കെ കൈ നോക്കിയിട്ട് പറഞ്ഞിരുന്നോ, ഇങ്ങനെ കൈനോട്ടക്കാര്, അതായത് ചേച്ചി ഒരു വലിയ നടിയാവുമെന്ന് പറഞ്ഞിരുന്നു? അത് തങ്കച്ചേട്ടൻ ഒരു ദിവസം എന്നെ ഇതുപോലെ വീട്ടിൽ ആളെ വിട്ട് വിളിപ്പിച്ചു. അവരുടെ വീട്ടിലോട്ട് എന്നെ വിളിച്ച് ജോലിസിനുണ്ട്, എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞതാ, ഒന്നെങ്കിൽ ഈ കുട്ടി 16-നും 17-നും ഇടയിൽ ഈ കുട്ടി ഒരു ഭയങ്കരമായിട്ട് ശോഭിക്കും, ഇല്ലെങ്കിൽ 27 വയസ്സിന് ശേഷം. ശരി, അങ്ങനെ പറഞ്ഞിരുന്നു. 27 വയസ്സിന് ശേഷം ഞാൻ വീണ്ടും വരുന്ന സിനിമയിൽ. അപ്പൊ അത് വളരെ അച്ചട്ടായി, കൃത്യമായി. സത്യം, കറക്റ്റ്. ആ ജോലിസിന് എവിടെയുണ്ടോ അപ്പൊ ഒന്നും കണ്ടിരുന്ന പല കാര്യവും ചോദിച്ചു മനസ്സിലാക്കായിരുന്നു. അതെ. പക്ഷെ എന്നാലും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ സ്ക്രീനില് അവർക്ക് കാണാൻ. അത് അമ്മയുടെ ചോദിക്കും, അമ്മ ഹാപ്പി ആയിരുന്നില്ല. ഞാൻ എന്നെ നായികയായിട്ടല്ലല്ലോ കണ്ടേ. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ നായികയായില്ല, എന്റെ മോള് നായികയായില്ലേ. മനസ്സിലായി. എന്റെ മോള് നായികയായില്ലേ, ഒന്നുമല്ലല്ലോ. അതൊക്കെ ഓക്കെ. എന്നാലും എന്റെ മോള് പൊന്നു, നീ എനിക്ക് പൊന്നൻ, അമ്മ എന്നെ പൊന്നൻ എന്നാ വിളിക്കുക. പൊന്നൻ എനിക്കൊന്ന് നായികയായിട്ട് എന്നുള്ളത് അമ്മ ഇങ്ങനെ പറഞ്ഞ. അപ്പൊ ചോദിച്ചിട്ടായിരുന്നു, നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടോണ്ടല്ലേ ചോദിച്ചുകൂടായിരുന്നു? അവര് കല്യാണം കഴിപ്പിച്ച് വിട്ടില്ലല്ലോ, ഞാൻ സ്വയം ഏറ്റെടുത്തൊരു വിവാഹമായി പോയില്ലേ. ഓ, അങ്ങനെയായിരുന്നോ?
ലവ് മാരേജ് ആയിരുന്നു. സ്വയം ഏറ്റെടുത്ത വിവാഹമായിരുന്നു എന്റെ 16-ാം വയസ്സിൽ. അത് ശരി. 16-ാം വയസ്സിൽ ഏതെങ്കിലും അതായത് പഠിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് കല്യാണം കഴിച്ചതാണോ, അതെയോ ഇഷ്ടം അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ? അങ്ങനെ അത് നമ്മുടെ ഒരു ആദ്യത്തെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പ്രായത്തിൽ നിന്നുള്ള ആ തുടക്കവും നമ്മുടെ ഫസ്റ്റ് ലവ്. ഇന്നിപ്പോ കുറെ പെൺപിള്ളേര് പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ സിനിമയിൽ വന്നു, എല്ലാം കഴിഞ്ഞു, കുറെ ആൾക്കാരുടെ കൂടെ ഞാൻ ചോദിക്കും ഇതാരാ, ഇതെന്റെ അത് കഴിഞ്ഞ് അടുത്ത പടത്തിൽ കാണും വേറൊരാള്. ഞാൻ ചോദിച്ചു ഇത് മറ്റേ ആളെന്തിയേ? വേണ്ട അത് മറ്റേ അത് ബ്രേക്കപ്പ് ആയി, അത് പോയി. അപ്പൊ ഇപ്പൊ ഇതിനെല്ലാം സെലക്ഷൻ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണേ. അപ്പോഴത്തേക്ക് എന്റെ സമയം പോയി. കഷ്ടം. ചേച്ചി ഒരാളെ കണ്ടു, അത് തന്നെ സെലക്ട് ചെയ്തു. നമ്മളിപ്പോ ഇങ്ങനെ ഓരോരോ നാട്ടില് കൊല്ലം, കോഴിക്കോട്, എറണാകുളം അങ്ങനെ ഇങ്ങനെ സെലക്ഷൻ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. എന്റെ പൊന്നോ രസമാ. അല്ല ഇപ്പോഴത്തെ ഞാൻ പറയും, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പെട്ടെന്നല്ലേ ഈ വിവാഹബന്ധം എന്ന് പറയുന്നത് ഒന്നും അങ്ങോ ശാശ്വതമായിട്ട് പോകുന്നില്ല. പരസ്പരം അങ്ങനെ ഒരു ക്ഷമിക്കാൻ തയ്യാറല്ല. പിന്നെ എഡ്യൂക്കേറ്റഡ് ആണ് അവരെല്ലാം, ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം നമ്മളൊക്കെ ആ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ചു, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടു, നമ്മുടെ മക്കളെ പഠിപ്പിച്ച് എല്ലാവരും വിവാഹം ചെയ്യിപ്പിച്ച് അപ്പം നമ്മളൊക്കെ വന്ന പാതകളൊക്കെ ഒന്ന് ഓർത്തോണം. ഇതിനിടയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു വീടാകുമ്പം നമുക്ക് ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പിണക്കങ്ങളുണ്ട്, വഴക്കുകളുണ്ട്, ചിലപ്പോൾ ചില കാര്യങ്ങൾ ക്ഷമിക്കേണ്ടി വരും. നമ്മൾ ചിലപ്പം ദേഷ്യപ്പെടും, ചിലപ്പോൾ വഴക്കടിക്ക് ഒരാഴ്ച മിണ്ടാണ്ടിരിക്കും, ഉടനെ ഒരാഴ്ച മിണ്ടിയില്ല ഉടനെ തന്നെ ഡൈവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഒരാഴ്ചയും നമ്മൾ തന്നെ അത് കോംപ്രമൈസ് നമ്മൾ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെല്ലാം നമ്മൾ ശ്രമിച്ചല്ലേ പറ്റുള്ളൂ. അതിപ്പോ പക്ഷെ അത് ചേച്ചിക്ക് അതൊരു അതായത് വലിയൊരു ത്യാഗമായിട്ട് തോന്നുന്നുണ്ട് എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. അതൊക്കെ എന്റെ ശരികളായിരുന്നു. വെരി ഗുഡ്. അതെ, തിരിഞ്ഞു നോക്കുമ്പം അതൊക്കെ എന്റെ ശരികളാണ്, അതൊക്കെ എന്റെ നന്മകളായിരുന്നു, എന്റെ നന്മകളും എന്റെ ശരികളുമായിരുന്നു. അതെന്നാ പിന്നെ ഈശ്വരന്റെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു ആ സമയം ഈ സമയം വരെ ഉണ്ടായിരുന്നുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ തീരുമാനിക്കുമ്പോൾ ദൈവം എന്നോടൊപ്പം നല്ല രീതിയിൽ അത് സപ്പോർട്ടായി പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു കലാപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ചേച്ചിയെ ഭയങ്കരമായിട്ട് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, നാടകരചന വിളിക്കുന്നത്. സോറി ഹസ്ബൻഡ്, ഞാൻ അറിയാതെ എന്റെ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ബാബുച്ചേട്ടനെ ബാബുച്ചേട്ടന് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നാടകരചന. ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സമിതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വർഷം നാടകം ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പിന്നെ 2000 സ്റ്റേറ്റ് അവാർഡ് ബാബുച്ചേട്ടനായിരുന്നു നാടകരചനയ്ക്ക്. പിന്നെ പുള്ളി ഒരു സൈലന്റ് ആയിരിക്കുന്ന ആളാണ്. പുള്ളി ഇങ്ങനെ എന്താ പറയുക, ഒരു ബാൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ ഇടിച്ചു കയറുന്ന ഒരാളല്ല. ഞാൻ വീട്ടിൽ ചെന്നാലാണ് ഇച്ചിരി ഒച്ചയും ബഹളമൊക്കെ ഉള്ളൂ, അത് ഞങ്ങൾക്കറിയാം. അതെ, അതുപോലെ നിങ്ങളുടെ പ്രണയവും എനിക്ക് തോന്നുന്നു നാടകത്തിന്റെ വേദികളിൽ വെച്ചിട്ടായിരിക്കും അല്ലെ? തട്ടയിൽ വെച്ചിട്ടുള്ള ഒരു പ്രണയമായിരുന്നു, കല സാക്ഷ്യം നിന്നൊരു പ്രണയമായിരുന്നു. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കലാകാരന്മാരായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആ ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സും അവിടെ കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഈ അവസരത്തിൽ ബാബുവേട്ടനും അല്ലെങ്കിൽ പപ്പായ്ക്കും ഞങ്ങളൊരു വലിയ കൈയ്യടി നൽകുന്നു. ഈ നാടകം അതുപോലെ സിനിമ അതൊക്കെ നമ്മൾ സംസാരിച്ചു. അതുപോലെ ചേച്ചി ഒരു ഡാൻസർ ആണെന്നുള്ള കാര്യം ചിലപ്പോൾ ചേച്ചിയുടെ ഡാൻസ് അധികം പ്രേക്ഷകർ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം സ്കൂളിലും കോളേജ് അങ്ങനെയാണല്ലോ കൂടുതൽ കളിച്ചത്. അപ്പൊ നമ്മളൊരു പാട്ടിട്ട് തരാം, ഒരു ചെറിയൊരു ഡാൻസ് സ്റ്റെപ്പ്. റെഡി? സോ പൊന്നമ്മ ചേച്ചി, ഇനി നമുക്ക് ഒരു ഡാൻസ് പെർഫോമൻസ് കാണാനുള്ള ഒരു സമയമാണ്. ഒരുപാട് ഡാൻസ് ചെയ്ത ആളാണ്, ഡാൻസ് കാണാൻ ഇഷ്ടം ആളാണ്, ഇപ്പോഴും നമുക്ക് വേണ്ടി ഡാൻസ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന ആളായതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് തന്നെ അങ്ങ് കാണിച്ചു കളയാന്ന് വിചാരിച്ചു. അപ്പൊ നല്ല മിടുക്കിയ ഒരു കുട്ടി നമ്മുടെ വേദിയിലേക്ക് വരാൻ പോവാണ്. സോ ലെറ്റ്സ് വെൽക്കം വേദ രാജേഷ്. വേദ ഇങ്ങനെ നടന്നു വരുന്നതാണ്, മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് പട്ടുപാവട ബ്ലൗസ് ഒക്കെ ഇട്ട് വന്നപ്പോ
ഒരു 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 ദേവീ രൂപമൊക്കെ വരുന്ന പോലെ തോന്നി. പറയൂ, വേദ വളരെ ചെറിയ പ്രായത്തിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണോ അത് ഇപ്പൊ അടുത്ത് കോവിഡിന്റെ സമയത്ത് പഠിച്ചതാണോ? ഇല്ല ഞാൻ 3 വയസ്സ് മുതൽ പഠിക്കുന്നത്. 3 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നു. ആരുടെ അടുത്താ പഠിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രത്ത് കവിത സരിത എന്ന് പറഞ്ഞ 2 ടീച്ചേഴ്സിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ അവിടെ പോയി കാവ്യ മാധവൻ ടീച്ചർ ചേച്ചിയുടെ അടുത്ത് പഠിച്ചു. കാവ്യ മാധവൻ ചേച്ചി. കാവ്യമാധവൻ ഞാനും വിട്ടത് കാവ്യ മാധവൻ എന്ന് വിചാരിച്ചു. ശരി, അപ്പൊ ഈ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ CBSE നിന്ന് മാറി സ്റ്റേറ്റിലേക്ക് വന്നു അല്ലേ? അത് സത്യമല്ലേ? എന്നിട്ട് മത്സരിച്ചോ? ഇല്ല, ഞാൻ 4th ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റായി വന്നു, ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റായി വന്നു. അപ്പോൾ പറ്റിയില്ല. പിന്നെ ഞാൻ 5th ആയപ്പോൾ കോവിഡ് വന്നു. പിന്നെ ഇപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാണും. ഹെൽത്ത് ഇഷ്യൂസ് മീൻസ് എന്താണ് പറ്റിയത്? കോവിഡ് വന്നു. കോവിഡ് വന്നതിന്റെ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. പിന്നെ അതായത് ഇപ്പൊ ഈ ഡാൻസ് അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് മോൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ പഠിക്കുന്നത് എന്തൊക്കെയാണ്? ഞാൻ പ്രത്യേകിച്ചൊന്നും പഠിക്കുന്നില്ല, ഡാൻസ് മാത്രമേ പഠിക്കണേ. ഞാൻ അല്ലാണ്ട് ഡ്രോയിങ് പെയിന്റിങ്ങും ചെയ്യും, കഥ എഴുതും, കവിത. കഥ, കവിത, ഡ്രോയിങ് എല്ലാം ഉണ്ട്. അതെ അതെ. പൊന്നമ്മ ചേച്ചി പണ്ട് സ്കൂളിൽ ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതേ വേറെ പാട്ട് എല്ലാത്തിലും പങ്കെടുക്കുമല്ലോ? അത് പിന്നെ ആ സമയത്ത് എല്ലാത്തിലും കയറി പങ്കെടുക്കും. ഇപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോഴും പൊന്നൂസ് ഉണ്ടെങ്കിൽ ആ സ്റ്റേജ് ഷോ കളർഫുൾ ആയി എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ കലാതിലകം പൊന്നൂസാണ്. എല്ലാ പെർഫോമൻസിലും പൊന്നമ്മ ചേച്ചി ഉണ്ടാവും. അതുപോലെയാണ് വേദയും എന്നാണ് ഞാൻ കേട്ടത്. എല്ലാ പെർഫോമൻസിലും വേദയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ സൂര്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം, ഒരുപാട് ഡാൻസിന്റെ വലിയ വലിയ ഷോസിൽ പങ്കെടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് അങ്ങനെ ഗജറാവോ ഫെസ്റ്റിവൽ, പിന്നെ കൊണാക്ക് ഫെസ്റ്റിവൽ ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെയാണ് ലക്ഷ്യം. യെസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു പ്രാക്ടീസ് എന്ന രീതിയിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയത്നങ്ങളാണ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്? ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ല, എന്നാലും നമ്മള് പ്രാക്ടീസ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഡെയിലി പ്രാക്ടീസ് ചെയ്യും. ഡെയിലി പ്രാക്ടീസ് ചെയ്യും. സൂപ്പർ. രാവിലെയോ വൈകിട്ടോ? അല്ല, ഞാൻ സ്കൂൾ ടൈം കഴിഞ്ഞ് വന്നിട്ട് ക്ലാസ് കാണും, അത് കഴിഞ്ഞിട്ട് ടൈം പോലെ പ്രാക്ടീസ് ചെയ്യും. അതിന്റെ ഇടയിൽ ഒരു വേൾഡ് റെക്കോർഡും സ്വന്തമാക്കിയെന്ന് കേട്ടു. അതെന്തിനു വേണ്ടിട്ട്? അത് എനിക്ക് ഗവൺമെന്റ് ഓഫ് കേരളയും ഭരതകല ആർട്ട് അക്കാദമിയും കൂടെ ചേർന്നിട്ടൊരു ഡാൻസ് മാരത്തോൺ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഗോപിക ടീച്ചറും പിന്നെ ബിന്ദു മാം കൂടെ എനിക്ക് അതിലൊരു ഓപ്പർച്യൂണിറ്റി തന്നു. ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടി. അടിപൊളി അടിപൊളി. അപ്പൊ അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വേൾഡ് റെക്കോർഡ് സ്വന്തമായിട്ട് വേദിക്ക് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ പിന്നെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ എന്താ പറയാ, ഫേസ്ബുക്കിലൊക്കെ നോക്കിയാലും റീലുകൾ, ഒരുപാട് റീൽസ്, ഡാൻസിന്റെ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു വൈറൽ താരമാണ്. എപ്പോഴും ഇങ്ങനെ നോക്കും, ഒരു റീല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര ലൈക്ക് കിട്ടി, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് ഏതാണ്, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉള്ള ആളാണോ? ഒരുപാട്. എത്ര ലൈക്ക്, നമ്മളെ പോലെയൊക്കെ തന്നെ രാവിലെ എണീച്ചിട്ട് നോക്കും ഇന്നലെ ഇട്ടതിന് എത്ര ലൈക്ക് എന്ന്, അല്ലേ? അതെനിക്ക് തോന്നുന്നു അതില്ലാത്തവരായിട്ട്, അങ്ങനെ ഒരു ചിന്തയില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, അല്ലേ? ഞാൻ സത്യം നോക്കാറില്ല. ഞാൻ പിള്ളേരെ നിർബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോ എല്ലാ ഫോട്ടോസൊക്കെ ഇടുന്നത്. പക്ഷെ എന്നാലും ഞാൻ അതങ്ങനെ ശ്രദ്ധിക്കാറില്ല. ലൈക്കുന്നവര് ലൈക്കും, അല്ലാത്തവര് പോവും. ഈ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെയല്ല. അതെ അതെ അതെ. അതറിയില്ലേ, നിങ്ങളിലും മറ്റുള്ളവരിലും കൂടുതലും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്കും ഫോളോവേഴ്സും ഒക്കെ ഉള്ളത്. മനസ്സിലായി. അതെ മനസ്സിലായി. അതാണ് ആ കുട്ടി അത്രയും കാര്യമായിട്ട് നോക്കുന്നത്. അതുപോലെ ഈ ഡയലോഗ്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ റീലില്, അത് കൂടുതലും എങ്ങനെ, കോമഡി ഡയലോഗ്സ് ആണോ ചെയ്യാറ്, അതെയോ സെന്റിമെന്റ് അങ്ങനത്തെ സാധനങ്ങളാണോ ചെയ്യാറ്? കുറവാണ്. അപ്പൊ കോമഡി അത് ഇനിയിപ്പോ ട്രൈ ചെയ്യണം അല്ലേ? ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും ട്രൈ ചെയ്യണം. അപ്പൊ സിനിമ അഭിനയിക്കണം എന്നുള്ളതും ആഗ്രഹം ഉണ്ടാവും ഉറപ്പായിട്ടും, അല്ലേ? വേറെ എന്തൊക്കെയാണ് ജീവിതത്തിലെ ഫ്യൂച്ചർ പ്ലാൻസ്, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് സിവിൽ സർവീസ് അല്ലെങ്കിൽ മെഡിസിൻ ഏതെങ്കിലും ട്രൈ ചെയ്യണം. പിന്നെ അതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് ഡാൻസ് വേണം. അതെ അതെ. അപ്പൊ ഈ 2 ആഗ്രഹങ്ങളും മനസ്സിൽ സാധിക്കട്ടെ. അതെ, അങ്ങനെ തന്നെ ഉറച്ചൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക, നന്നായിട്ട് പഠിക്കുക, ഡാൻസും പഠിക്കുക, എല്ലാം അടിപൊളിയാവട്ടെ. അപ്പൊ നമുക്ക് ഇനി പെർഫോമൻസ് അങ്ങ് കണ്ടു കളയാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. राधिके
രാഗലോലേ മാരുതകര വിരുതു വിടർത്തും ബന്ധുരമൊരു പൂവുടൽ പോലെ മാമരനൂ ചില്ലകൾ ദൂരെ നിലാവു കൂടി ചാടിരമിക്കും രാവിനെ പ്രിയതരമാക്കിയതെന്തിനു രാധികേ രാഗലോലേ മഴ വീണ തുമ്പുന്നു മതിലേഖമറയുന്നു നോയേറു പാടും മനം മനതാപം വളരുന്നു സ്വരരാഗമീടറുന്നു വിരഹാർദ്രമായി രാപ്പകൽ പൂത്തുലഞ്ഞ മധുരിതമോഹം അസുലബലയരതി സുഖസാരം മലയഴമണമൊഴുകിയ രജനിയിൽ തനുതഴുകിയൊരനഘ നിമിഷ രുചിരാവിനെ പ്രിയതരമാക്കിയതെന്തിനു രാധികേ രാഗലോലേ മിഴിനീരു പൊഴിയുന്നു മൊഴി തേടിയലയുന്നു നിദ്രാവിഹീനയാമം ഇടനെഞ്ചു നിറയ്ക്കയായി അനുരാഗച്ചിരവെള്ളം ഇനിയെന്നു കാണും സഖി സുന്ദരാംഗമടിമുടി തഴുകി കരവിരലുകൾ കൊങ്കതലോടി തരളിതമുട തമ്പുരുമുറുകിയ ദ്രുതഗതികളിൽ അധര മധുരജതിരാവിനെ പ്രിയതരമാക്കിയതെന്തിനു രാധികേ രാഗലോലേ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. നല്ലൊരു സോങ് സെലക്ഷൻ, നല്ല ഫീലോട് കൂടിയുള്ള ഒരു ഡാൻസ് ആയിരുന്നു. അടിപൊളി.
പൊന്നമ്മ ചേച്ചിക്ക് എങ്ങനെ തോന്നി പഴയ സ്റ്റേജിൽ കളിച്ച ഓർമ്മകളും? മോള് നന്നായിട്ട് കളിച്ചു. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പകാലം ഇങ്ങനെ മോളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ മാമിനെ കുറിച്ച് 2 കാര്യം പറയണം. കാരണം ഈ ഡാൻസ് ഞാൻ കൊറിയോഗ്രാഫി ചെയ്തതാണ്. ബട്ട് അതിൽ ഈ ഓരോ മിസ്റ്റേക്സും എനിക്ക് വേണ്ടി കറക്റ്റ് ചെയ്ത് ഒരുപാട് ടൈമൊക്കെ കളഞ്ഞ് ചെയ്തതാണ്. അപ്പം താങ്ക് യു ഗോപിക മാം. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തോ? എനിക്കൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. അതെന്താണ്? എനിക്ക് സോസിക്ക് ചേച്ചിയുടെ ഡാൻസ് ചെയ്യണം. എങ്ങനെ? സോസിക്ക് ചേച്ചിയുടെ ഡാൻസ് ചെയ്യണം. ഈ ഡാൻസോ? ഈ ഡാൻസ് അല്ല, വേറെ ഡാൻസ്. പക്ഷെ ഈ വേഷത്തിൽ വേറെ എങ്ങനെ ഡാൻസ് കളിക്കും? അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ശരി, അപ്പൊ എന്തായാലും നമുക്കൊരു ഒരു മൊമെന്റോ നമ്മുടെ വക ഒരു സ്നേഹ സമ്മാനം ഉണ്ട്, അത് ഞങ്ങൾ തരാം. എന്നിട്ട് വൈൻഡ് അപ്പിൽ നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്തിട്ട് എല്ലാവരോടും ബൈ ബൈ പറയാം. ഓക്കെ? അപ്പോൾ എന്തായാലും ഇനി വേദക്കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇതേപോലെ തന്നെ ഭംഗിയായിട്ട് ഡാൻസ് പഠിച്ച് മുന്നോട്ട് വലിയൊരു ഡാൻസറായിട്ട് നമുക്ക് കാണാൻ സാധിക്കട്ടെ. വെടിക്കായിട്ട് വരട്ടെ കേട്ടോ. പൂത്തോടയുമായി കാലിൽ പൊൻചിലമ്പണിഞ്ഞ് കാതിൽ പൂത്തോടയുമായി കാലിൽ പൊൻചിലമ്പണിഞ്ഞ് താരിളക്കാറ്റിൽ ചന്ദനം ചാർത്തി കാതരയായി കളമൊഴി പാടി തരളമിഴിയിൽ മദനനാടി അരയിൽ കിങ്ങിണി നൃത്തമാടി അലറി മലരതേറ്റു പാടി 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 കുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം. അപ്പോ ചേച്ചി ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായിരുന്നു. ഇനി നമ്മൾ പ്രേക്ഷകരോട് എല്ലാവരോടും ബൈ ബൈ പറയാണ്. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.